ലാലേട്ടൻ ഒത്തിരി പ്രാവശ്യം ഇപ്പം ദുബായിലായിരുന്നു ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു. ഒത്തിരി പ്രാവശ്യം വെളിനാട്ടിലൊക്കെ പോയിട്ടുണ്ട്. അമേരിക്കയിൽ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്? ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാനിപ്പോഴും അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. ഞാൻ അമേരിക്കയിൽ പോയിട്ട് ഞാനൊരു ക്രൂസ് അലാസ്ക വരെ പോയിട്ട് വരികയാണ്. അമേരിക്കയിൽ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. അതായത് വേൾഡ് ട്രേഡ് സെൻറ്റർ ഉള്ള സമയം മുതൽ എന്ന് പറഞ്ഞാൽ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ മുകളിൽ ഞാൻ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ലാൽ അമേരിക്കയിൽ നിന്നുള്ള സിനിമ. ഏതാണ്ട് 83 മുതൽ ഞാനൊരു 10 പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ടാവും അമേരിക്കയിൽ. ഞാനൊരു അമേരിക്കൻ മലയാളിയാണ്. ഓ, എവിടെയാണ്? ഞാൻ മിനസോട്ടയിലാണ് ശരിക്കും പഠിക്കുന്ന, കാലിഫോർണിയയിൽ. നാട്ടിൽ നിന്നും വ്യത്യസ്തമായി അമേരിക്കയിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമല്ലല്ലോ. എന്ന് പറഞ്ഞാൽ അതിനെല്ലാം മാറ്റമല്ലേ. ഏറ്റവും എന്ത് വേണമെങ്കിലും പറയേണ്ടത് എന്താ, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, നമുക്കിഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ ഡിബേറ്റ്. എനിക്കിപ്പോൾ അമേരിക്ക ഇഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് അമേരിക്കയിൽ എത്താമെന്ന് പറഞ്ഞാൽ വളരെയധികം സമയം എന്ന് പറയുന്നതാണ് ഞങ്ങൾക്ക്, അല്ലേ. പക്ഷേ ഇപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മാറി. ഇപ്പോൾ ഒരു ഫ്ലൈറ്റിലാണെങ്കിൽ എത്താം. ബോംബെ നിന്നൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് ഫ്ലൈറ്റ് ഉണ്ട്. പിന്നെ എനിക്ക് കൂടുതൽ അമേരിക്ക ഒരു ഹോളിഡേ സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം. 1 മാസമോ അല്ലെങ്കിൽ 2 മാസമോ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ച്, കാര്യം ഞങ്ങൾ ഈ ഇത്രയും വർഷം വളർന്ന നാട് തന്നെയാണ് നമുക്ക് കൂടുതൽ. അമേരിക്ക എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ന്യൂയോർക്ക് നഗരത്തിലായിരുന്നു വളരെയധികം സമയം. ഏറ്റവും മോശമായ ഒരു നഗരമായിരുന്നു ന്യൂയോർക്ക്. പക്ഷേ അതെല്ലാം മാറിയിട്ട് ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് പ്ലേസാക്കി അതിനെ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലേ. അപ്പം ഒരുപാട് ആൾക്കാർക്ക്, എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് കൂടുതൽ വാല്യൂ കൊടുക്കുന്ന സ്ഥലമായിരിക്കാം. അപ്പോൾ അതുപോലെ ആൾക്കാർക്ക് വാല്യൂ ഇല്ലാത്ത സ്ഥലമാണ്. അതായത് പറയുന്നത് ഒരു വലിയ സബ്ജക്റ്റാണ് നമ്മൾ സംസാരിക്കേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ വന്ന് താമസിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അതാണ് ഏറ്റവും വലിയ. അതെ, ഏറ്റവും വലിയ. അതായത് ഇവിടെ വന്നിട്ട് മിസ് കേരള ഫെസ്റ്റ് വാങ്ങിച്ചിട്ട് അമേരിക്കയിൽ താമസിക്കണമെന്ന് പറയാൻ പാടില്ല. അതുകൊണ്ടാണോ ഇനി അങ്ങനെ പറഞ്ഞതെന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. പറയാൻ പറ്റില്ലല്ലോ. ഞാനൊരു നിങ്ങളുടെ എന്താണ് പറയേണ്ടത്, മിസ് കേരള കിട്ടിയോണ്ട് പറയാം. ഞാൻ ഏഷ്യ അങ്ങനെ മിസ് അമേരിക്ക ആയിരുന്നു ഒരു കുട്ടിയോടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, പാർവതി മെൽട്ടൺ. ഹെലോയിലെ നായിക. ഷിവാസ് അവിടുത്തെ മിസ് അമേരിക്കയിൽ കിട്ടിയ ആളാണ്, ഏഷ്യൻ ഇതിൽ. ഇപ്പോഴല്ല, 2-3-4 വർഷം മുമ്പ്. മിസ് ഏഷ്യ പസഫിക് അങ്ങനെ എന്തോ ഉണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നു മിസ് മലേഷ്യ, മിസ് ഇന്ത്യ അമേരിക്കയിലാണ് അവർ അമേരിക്ക താമസിക്കുന്ന കുട്ടിയാണ്. അമേരിക്കൻ യാത്രകൾക്കിടയിൽ അല്ലെങ്കിൽ വെളിനാട്ടിലെ യാത്രകൾക്കിടയിൽ എന്തെങ്കിലും ഒരു രസകരമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അത് പ്രേക്ഷകരോട് പങ്കിടുക. എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരുപാട് മാഗസിനുകൾ നമ്മൾ എഴുതിയിട്ടുണ്ട്, അല്ലേ. എന്നാലും കേൾക്കാത്ത ഒരു രസകരമായ ഒരു അനുഭവം ഇപ്പോഴത്തെ യാത്രയിൽ എന്തെങ്കിലും? യാത്രയൊക്കെ വളരെ നല്ലതായിരുന്നു. ഞാൻ ഇപ്രാവശ്യം ഒരു ക്രൂസിലാണ് പോയത്. ഞാൻ സിയാറ്റിൽ നിന്ന് അലാസ്ക വരെ പോയി, തിരിച്ച് സിയാറ്റിൽ വന്നിട്ട് ന്യൂയോർക്കിൽ വന്നിട്ട് തിരിച്ചു വന്നു. അപ്പം അതിനിടയിൽ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ കാര്യമായാലും പറയാം. അതായത് വളരെ കാലം ഞാൻ ഇന്ത്യക്ക് പുറത്തൊരു സ്ത്രീയായിട്ടാണ് ജീവിച്ചതെന്ന് പറയും. കാര്യം എൻ്റെ പാസ്പോർട്ടിൽ മോഹൻലാൽ നെയിം, സെക്സ് എന്നുള്ളതിൽ എഫ് ആണ് ഇട്ടിരുന്നത്. എന്നാൽ ഫീമെയിലായിട്ടായിരുന്നു. അത് ഇറ്റ്സ് എ മേജർ മിസ്റ്റേക്ക്, അറിയാതെ സംഭവിച്ചാണ്. അപ്പോൾ വളരെ കാലത്തിന് ശേഷം ഒരാളാണ് കണ്ടുപിടിച്ചത്. അയാൾ എന്നെ ഇങ്ങനെ നോക്കിയിട്ട്, ഞാൻ പറഞ്ഞു യെസ്, അയാളിങ്ങനെ കാണിച്ചു. ഞാൻ പറഞ്ഞു സോറി, ഇത് മെയിൽ. അയാൾ പറഞ്ഞു ദിസ് എ മേജർ മിസ്റ്റേക്ക്. ഞാൻ പറഞ്ഞു ബട്ട് ഐ എം എ മെയിൽ. അപ്പോൾ വളരെ കാലം, ആരും പറയണ്ട, വളരെ കാലം ഞാനൊരു സ്ത്രീയായിട്ടാണ് പുറം രാജ്യങ്ങളിൽ ജീവിച്ചത്. ഒരുപക്ഷെ ഒരുപാട് സ്ത്രീകളുടെ മനസ്സിലെ ആരാധ്യപുരുഷനായതുകൊണ്ടാവാം അങ്ങനെ ഒരു ഇത് എം മാറി എഫ് ആയി.